അത് ഒരിക്കലും ദീനാറും ദിർഹവുമല്ലല്ലോ, അതൊരിക്കലും സ്ഥാനമാനങ്ങളും അഭിമാനങ്ങളുമല്ലല്ലോ. അവര് നേരിട്ട് വാങ്ങിയത് എന്താണ്? ഇൽമാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ കരകളിലൂടെ ഓടുന്ന കൊച്ചു കൊച്ചു ഉറുമ്പിൻ കൂട്ടങ്ങളുണ്ടല്ലോ, കൊച്ചു കൊച്ചു ഉറുമ്പിൻ കൂട്ടങ്ങളുണ്ടല്ലോ, പാറിപ്പറക്കുന്ന പക്ഷിപറവാദികളുണ്ടല്ലോ, ഇഴഞ്ഞു നീങ്ങുന്ന ഇഴജന്തുക്കളുണ്ടല്ലോ, ഘോരവനത്തിന്റെ ഹിംസജന്തുക്കളുണ്ടല്ലോ. എല്ലാവരും പണ്ഡിതന്മാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുകയാ. എന്റെ പ്രിയപ്പെട്ട ശൈഖുനാന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് അസ്സലാമു അലൈക്കും യാ ഉസ്താദി. നേരിട്ട് മന്നാനിയുടെ 1-ാം നമ്പർ വാതിൽ തുറക്കപ്പെടുമ്പോൾ അതടയ്ക്കപ്പെടൂല, അതൊരിക്കലും അടച്ചിട്ടിട്ടില്ല. അത് തുറക്കപ്പെടുന്ന സമയത്ത് തലയെത്തി നോക്കിയിട്ട് ഒരു കൊച്ചു മനുഷ്യൻ ഒരു കൊച്ചു കട്ടിലിരുന്നു കൊണ്ട് നോക്കാറുണ്ട്. കയറി ചെല്ലുമ്പോൾ ആ മോൻ എപ്പോഴാ വന്നതെന്ന് ചോദിച്ചിട്ടകത്തേക്ക് കയറുമ്പോൾ, സഹോദരങ്ങളെ, വാപ്പയുടെ ഉമ്മയുടെ മുമ്പിൽ ഇരിക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും വലിയ സ്നേഹവും പരിലാളനയും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പണ്ഡിതൻ, ആ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടിയിട്ട് ഞാനൊരു പക്ഷേ ഫാത്തിഹ മറന്നുപോയാലും മറക്കില്ല എങ്കിലും ഞാൻ പറയുകയാണെന്ന് മറന്നുപോയാലും ഇവിടത്തെ അരുവികളിലൂടെ ഊളിയിട്ട് നീങ്ങുന്ന പരൽ മത്സ്യങ്ങളും മറക്കൂല, ഇവിടത്തെ ഉറുമ്പിൻ കൂട്ടങ്ങൾ മറക്കൂല, ഇവിടത്തെ പക്ഷിപറവാദികൾ മറക്കൂല, ഇവിടത്തെ മൃഗങ്ങൾ മറക്കൂല. ആരും തന്നെ കുളപ്പുറം ഉസ്താദിന് വേണ്ടിയിട്ട് പുറക്കലിനെ ചോദിക്കാതിരിക്കൂല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന് നേരിട്ട് അനന്തരമെടുത്ത ഇൽമിന്റെ ഏറ്റവും വലിയ പ്രഫുല്ല നാമത്തിന്റെ നാമമല്ലയോ ബീരാൻകുട്ടി ഹസ്രത്ത്? അള്ളാഹു പടച്ചതമ്പുരാന് ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇത് കഴിയണം എന്റെ സഹോദരങ്ങളെ. ഇരട്ടി മധുരമാണ് ആലിമീങ്ങൾ അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? അള്ളാഹു പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും വലിയ ഉത്കൃഷ്ടരെന്ന് പറയുന്നത് ഈമാനുള്ളവരും പണ്ഡിതന്മാരുമാണ്. ഈമാനുള്ളവർക്ക് ഇൽമില്ല എങ്കിൽ അവർക്ക് ഒറ്റ പദവിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഇവിടത്തെ എന്റെ വാപ്പാക്ക് ഒറ്റ പദവിയേ ഉള്ളൂ, ഈമാനുണ്ടെന്ന പദവി. എന്റെ ഉമ്മക്ക് ഒറ്റ പദവിയേ ഉള്ളൂ, ഈമാനുണ്ടെന്ന പദവി. പക്ഷേ സഹോദരങ്ങളെ, ആദരണീയനായ ഉസ്താദിന്റെ ജേഷ്ഠ സഹോദരങ്ങൾ, അനുജ സഹോദരങ്ങൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കൾ, അവിടത്തെ സഹോദരങ്ങൾ, അവർക്കൊക്കെ ഒറ്റ പദവിയേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാർക്കായ നിങ്ങൾക്ക് ഒറ്റ പദവിയേ ഉള്ളൂ. ഈ മഹല്ലിന്റെ ഭാരവാഹികൾ, പരിപാലനം നടത്തുന്ന ജമാഅത്തിന്റെ പരിപാലകർ, നല്ല ഒരു പരിപാടി ഉസ്താദിന്റെ പേരിൽ വെച്ചു ഞാൻ അഭിനന്ദിക്കുന്നു, ഞാൻ ആശീർവദിക്കുന്നു. ഞാൻ എന്റെ ഏറ്റവും ഹൃദയത്തിന്റെ അടിഭാഗത്ത് നിന്ന് ഞാൻ എന്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. പക്ഷേ ജമാഅത്തിന്റെ ഭാരവാഹികൾക്ക് ഒറ്റ പദവിയേ ഉള്ളൂ, ഈമാൻ എന്ന പദവി. പക്ഷേ ഇവിടത്തെ ഉലമാക്കൾക്ക് അല്ലാഹു കൊടുത്തത് ഈമാൻ എന്ന പദവിയോടൊപ്പം ഇൽമു കൊണ്ടുള്ള പദവിയും കൂടി അല്ലാഹു കൊടുത്തു. അതുകൊണ്ടാണ് അവർക്ക് ഉറുമ്പിൻ കൂട്ടങ്ങളും പക്ഷിപറവാദികളും ഇഴജന്തുക്കളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവർക്ക്